കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ വിലക്കിയതിനെതിരെയുള്ള ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് പുരുഷേന്ദ്ര കുമാർ കൗരവിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും നീറ്റ് UG 2026 പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും ശക്തമായ ക്യാമ്പയിൻ നയിക്കുന്നതിനിടെയാണ് സംഘടനയുടെ അക്കൗണ്ട് അധികൃതർ ബ്ലോക്ക് ചെയ്തത്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, 2 തവണയോളം ഇതിനകം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. രണ്ടാമത് തുടങ്ങിയപ്പോഴും ഫോളോവേഴ്സിന് കുറവുണ്ടായില്ല. ഇപ്പോൾ കോടതിയിൽ നീതി പ്രതീക്ഷിക്കുകയാണ് അവർ, അല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ CJPയുടെ പേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 22.5 M എന്ന ഒരു ഫിഗറാണ് അതിനിപ്പോൾ ഉള്ളത്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സംഖ്യയാണ്. അതിൽ ഇപ്പോൾ ഗണ്യമായ ഒരു വർധന ഉണ്ടാകുന്നില്ല. പേജ് തിരിച്ചു വന്ന ശേഷം വളരെ വലിയ വർധന ഉണ്ടായിട്ടില്ല. പക്ഷേ അത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നില തുടരുകയാണ്. ആ പേജ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. അവരുടെ പുതിയ പോസ്റ്റുകൾ വരുന്നുമുണ്ട്. പക്ഷേ ആദ്യം ഈ പേജ് നിരോധിച്ചത് അത് ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായത്. അത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി എടുത്തതെന്ന കാര്യമാണ്. അക്കാര്യം തന്നെയായിരിക്കും കോടതിയിൽ ഇന്ന് കേന്ദ്രം വാദിക്കാൻ പോകുന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ കൂട്ടായ്മയാണ്. മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒരാളല്ല ഈ പേജ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യക്കാരനാണെങ്കിലും അഭിജിത്ത് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്. അവിടെ ബോസ്റ്റണിലെ സർവകലാശാലയിൽ പഠനം കഴിഞ്ഞ് തുടരുകയാണ്. നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ വരുന്നു. മാത്രമല്ല, ഈ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ അത് ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആളുകൾ പോലും ഈ പേജിൽ ഫോളോ ചെയ്യുകയും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള, രാജ്യത്ത് അന്തഃഛിദ്രം വരുത്തുക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നു. ഇത്തരം കാര്യങ്ങളായിരിക്കും തീർച്ചയായും കേന്ദ്ര സർക്കാർ വാദമായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. എന്നാൽ NDAയ്ക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ വന്നിരുന്നു. കാരണം തെലുങ്ക് ദേശം പാർട്ടിയൊക്കെ പറഞ്ഞത് ഇത് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്, അവർ അവരുടെ അഭിപ്രായം പറയട്ടെ, അതിന് തടസ്സപ്പെടുത്തേണ്ടതില്ല. അതുകൊണ്ട് NDAയ്ക്കകത്ത് തന്നെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ പരിപൂർണമായി എതിർക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, തൃണമൂലിൻ്റെയൊക്കെ നേതാക്കൾ ഇതിനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് വന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹം ഈ CJPയെ പിന്തുണയ്ക്കുന്ന നില വന്നു. എന്തുകൊണ്ടാണ് ഈ അസഹിഷ്ണുത? അത് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയല്ലേ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ CJPയുടെ കേസ് ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.